ഈ പെണ്ണിനാണെങ്കിൽ സ്വന്തമായി ഒരു സ്വർണ്ണ കൈ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൾ മരം മുറിക്കുമ്പോൾ മരം നേരെ വന്ന് അവളുടെ കയ്യിൽ തന്നെ വീഴുവാണ്. അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ആ മരം അവിടെ നിന്ന് എടുത്തു മാറ്റാൻ കുറെ ശ്രമിച്ചു. എന്നാൽ അതൊന്നും നടക്കില്ലെന്ന് ഉറപ്പായപ്പോൾ അവളുടെ കൈ തന്നെ വെട്ടി മാറ്റുവാണ്. എന്നാൽ ഇതിനുശേഷം അവൾക്ക് അവളുടെ ശരീരത്തിനോട് തന്നെ വെറുപ്പ് തോന്നുവാണ്. അവളുടെ ഈ അവസ്ഥ കാണുന്ന ഹസ്ബൻഡ് അവൾക്ക് വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ കൈ തന്നെ ഉണ്ടാക്കുവാണ്. എന്നാൽ അവൾക്ക് അത് സ്വർണ്ണത്തിൽ തന്നെ വേണമായിരുന്നു. അങ്ങനെ അവൻ അവൾക്ക് സ്വർണ്ണ കൈ തന്നെ ഉണ്ടാക്കി കൊടുക്കുവാണ്. എന്നാൽ പിന്നീട് ആ സ്വർണ്ണ കൈ കാരണം അവൾക്ക് ഇൻഫെക്ഷൻ വരുവാണ്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൾ അവനോട് ഒരു ആഗ്രഹം ചോദിക്കുവാണ്. എന്നെ അടക്കം ചെയ്യുമ്പോൾ അതിൽ എന്റെ സ്വർണ്ണ കൈ കൂടി ഉണ്ടാവണം. അങ്ങനെ ശവസംസ്കാരം എല്ലാം കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അവളുടെ ഹസ്ബൻഡിനെ നോക്കിയാൽ അവന്റെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേറെ വഴിയില്ലാതായപ്പോ അവളുടെ സ്വർണ്ണ കൈയുടെ കാര്യം അവൻ ഓർമ്മ വരുവാണ്. അന്ന് രാത്രി അവൻ അവളുടെ കല്ലറ തുറക്കുവാണ്. എന്നാൽ പെട്ടെന്ന് അവളുടെ കണ്ണ് തുറന്നു വന്നു. എന്നാൽ അവൻ അത് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്നാൽ അവൻ അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. സെമിത്തേരിയിൽ നിന്ന് അവൻ തിരിച്ചെത്തിയത് ഒറ്റക്കായിരുന്നില്ല, കൂടെ അവളുടെ ആത്മാവും ഉണ്ടായിരുന്നു. അവൻ പേടിച്ച് ആ സ്വർണ്ണക്കൈ അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. എന്നാൽ അപ്പോൾ തന്നെ അവൾ അവനെ കൊന്നുകളയുവാണ്. അപ്പോൾ എന്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള കഥകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.